ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വേൾഡ് ഉണ്ടാക്കുകയാണ്. ഞാൻ ഷോ ഇറക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളുടെ മുന്നിൽ കാണിക്കണത്. ഈ എൻ്റെ സ്കിന്ന് ഡൗൺലോഡ് ആവാൻ വേണ്ടിയിട്ടാണ്. ഹാർഡ് കോർ ഉണ്ട്, അഡ്വാൻസ്ഡ് ടെമ്പിൾസ്. ഇത് ഒരു ടെമ്പിൾ സീഡ് ഇട്ട് കൊടുക്കുക. തൊണ്ണൂറ്റിനാല് 5 ഇതൊന്ന് ഫോൺ വിളിക്കാനില്ല. 104 5 5 5 5 42 5 ഇതെന്തിന്ന് ആളാരാ ഇവിടുത്തെ ബോസാ? നീ ചോടാ. ഞാൻ പറഞ്ഞത് 3 8 42 9 9 4 5 5 5 4 9 9 4 10 4 10 13 28 13 28 അങ്ങനൊരു വേൾഡ് ഉണ്ടാക്കി. നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും. ഞാൻ എക്സൈറ്റഡാ. ഞാൻ ഒരു യൂട്യൂബിൽ നിന്ന് കണ്ടുപിടിച്ച സീഡാ അടിച്ചേക്കില്ലേ. പിന്നെ അയൺ ഫാം ഉണ്ടാക്കി എങ്ങനെ നോക്കി. അയണേ സിമ്പിളായിട്ട് ഇട്ടാ ഒരു ഫാം, സെറ്റ് ഫാമാ. W ഗായി അത്ര അടിപൊളി. ഇങ്ങനെയാടാ നോക്ക്, 64 സ്റ്റാക്ക് 3 കുറച്ച് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ. നാളേച്ച് നോക്ക്, നമ്മൾ ഉറങ്ങുമ്പോൾ എത്ര മണിക്കൂർ? 12 മണിക്കൂർ. 9 മണിക്കൂർ. 9 മണിക്കൂറിൽ 9 സ്റ്റാക്ക്. അപ്പം ഞാൻ മദർസൊക്കെ വിട്ട് 12 മണിയോ. അപ്പം എത്ര സ്റ്റാക്കും? അയൺ ഫാം ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. എന്നാലും ചെറുതായിട്ട് അറിയുള്ളൂ. എടാ ഇവിടെ ചെറിയ ബ്ലോസ് ഉണ്ട്. ഇവിടെ 4 ഇതുപോലത്തെ. ഇതിൻ്റെ പേരെന്താ? ബ്ലാക്ക് സ്മിത്താ. 4 ബ്ലാക്ക് സ്മിത്ത്. അത്യാവശ്യം സെറ്റ് സാധനങ്ങൾ കിട്ടുക. അത് ഈ മാപ്പ് കണ്ടുപിടിച്ചാണേ. എമറാൾഡൊക്കെ ഫ്രീ. ഇതൊക്കെ അവിടെ പെട്ടിയുണ്ടോന്നോ മാറി ട്രൈ ചെയ്തോട്ടെ. അപ്പൊ തരിക മാറിപ്പോടാ. 4 ബ്ലാക്ക് സ്മിത്തൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് എവിടെ മാറണോ?
ചെറി ബ്ലോസം ഉണ്ട്, അതൊക്കെ ചെറി ബ്ലോസത്തിൻ്റെ അവിടെ വന്നു. അങ്ങനെയാണ് ഞാൻ നോക്കേണ്ടത്. ആ സീഡ് ഇപ്പോൾ മാറിപ്പോയോന്ന് എനിക്കറിയില്ല. ഞാൻ ഒക്കെ കറക്റ്റ് നമ്പറാണ് എഴുതിയത്. അത് വേറെ, ഞാൻ വിചാരിച്ചത് ബ്ലാക്ക് സ്മിത്താണ്. ഇവിടെ റൂയിൻ്റെ ഹോട്ടൽ അങ്ങനെ എന്തോ ഹോട്ടലുണ്ട്. ആ റൂയിൻ്റെ ഹോട്ടൽ എന്താ അറിയാം, ആ റൂയിൻ്റെ ഹോട്ടലിലേക്ക് അറിയാം. ഞാൻ ലക്കി സ്റ്റോർ കളിച്ചിട്ടില്ലേ, അപ്പോൾ എനിക്ക് കുറേ സാധനം കിട്ടിയില്ലേ. ഒരു ഒബ്സിഡിയം വെച്ചിട്ടുള്ളത്. ചത്തേരുന്നല്ലോ. പട്ടിക്കുട്ടി വന്നിട്ടോ. അടുത്ത ബ്ലാക്ക് സ്മിത്താ ആ സെക്കൻഡ്. ഇവിടെ ഇനിയും ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്. ഇനിയും ബ്ലാക്ക് സ്മിത്ത് ഉള്ളതാണല്ലോ. ആൾ പറയുന്നത് 4 ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്. ഈ സാധനത്തിൻ്റെ പേരറിയുന്നുണ്ട് ഗൈസ്. കിട്ടി. അപ്പം അടുത്തത് കുറച്ച് ബ്രെഡ്, അതുപോലെ തന്നെ വേറെ അത്ര അടിപൊളിയൊന്നുമല്ല. കിട്ടി, അത് മതി. കിട്ടി, അത് മതി. കിട്ടിയില്ലടാ, ഇത് പോരെ. ഒരു ബ്ലാക്ക് സ്മിത്ത്, രണ്ടാമത്തെ ബ്ലാക്ക് സ്മിത്ത്, മൂന്നാമത്തെ ബ്ലാക്ക് സ്മിത്ത്. ഇതിലും കയറിയില്ല തോന്നുന്നു. ഇതിൽ കയറി വെക്കാം. അപ്പം ഞാൻ ഇതിൽ കയറാൻ ഇത് തുറന്നല്ലേ. തുറന്നിട്ടില്ല. അപ്പം 4 ബ്ലാക്ക് സ്മിത്ത് കറക്റ്റ് ഉണ്ട്. 2 ഡയമണ്ടൊക്കെ ഫ്രീയടാ. അയ്യോ എടാ, എമറാൾഡ് ഒക്കെ ഉണ്ടല്ലോ. ഞാനാണെങ്കിൽ കുറച്ച് കോബിൾ സ്റ്റോണും മൈൻ ചെയ്യട്ടെ. നമുക്ക് അയൺ ഫാം ഉണ്ടാക്കാൻ വേണ്ടിട്ടൊരു ലാൻഡ് തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് വേണം ഇതില്? കോളൊക്കെ ചേട്ടാ അപ്പം കോൾ അത്യാവശ്യം ഉണ്ട് ഇവിടെ. ഇവിടെ 4 ബ്ലാക്ക് സ്മിത്ത് ഒരുമിച്ചിട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതൊക്കെ ഇൻവെന്ററി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഡൗൺലോഡ് ചെയ്യാനാ പറഞ്ഞ സീഡ് വെച്ചിട്ട്. നിങ്ങൾക്ക് 4 ബ്ലാക്ക് സ്മിത്താണ് കിട്ടുക. 4 ബ്ലാക്ക് സ്മിത്ത് 4 നാളെ പറഞ്ഞ അത്ര റയർ ആണ്. റയർ വെച്ചാ
അത്ര റയറാ, അത്ര റയറാ കിട്ടിയപ്പോൾ ഞാൻ എട്ടിയറ 45 കോളന്നേ. ഇപ്പോൾ ഇനി കുറച്ച് സ്റ്റോം എഞ്ചിനാണ്. അത്യാവശ്യമായി. അമ്പത്തേഴ് 64 കോളടിക്കിപ്പോ. നല്ല അപ്പുറണ്ടിലൂടെ നീ കോൾ മൈൻസ് എന്താ പിക്കാക്സൊക്കെ ഇത് നടക്കില്ല കേട്ടോ. പിക്കാക്സ് കിട്ടും. പിക്കാക്സ് സോ റയറാ, ചീപ്പൊന്നുമല്ല. പിക്കാക്സ് ഭയങ്കര റയറാ. കുറച്ച് വുഡ് വേണം. ഇത് ദിങ്കി ഫുഡ് കഴിക്കില്ലേ? ലാഭാടാ, എന്ത് ലാഭാ! ആദ്യത്തെ ഇത്ര ലാഭമുള്ള അല്ല, അയാളെങ്ങനെയാടാ കണ്ടുപിടിച്ച് ഇത്ര ലക്ക്? എൻ്റെ ലക്കിയസ്റ്റ് അവറിൻ്റെ ആയിട്ടും ലക്ക്. ഇതിനെന്താ ബെസ്റ്റ് ലക്ക്? എന്തൊരു പേരിടുക. ഡബ്ല്യു വേൾഡ് ഇടാ. ഡബ്ല്യു വേൾഡ്. പിന്നെ എൻ്റെ ഒരു അത്യാവശ്യം ഇതായിട്ടുണ്ട്. ഞാൻ പേടിച്ചു പോയി. എന്തുള്ള ഇതൊക്കെ ഇവിടെ വിചാരിച്ചു. അപ്പോൾ ഞാൻ കോബിൾ സ്റ്റോൺ വെച്ചിട്ട് പിക്കാക്സ് നോക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു കോഡ് കണ്ടില്ലേ, കോഡ് ഇട്ട് മൈൻഡ് ചെയ്തിട്ട് അത്യാവശ്യം കോൾ എത്ര കോളോ. ആര് ഇവർക്ക് എങ്ങനെയാടാ അയൺ ഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് സെറ്റാടാ അവർ എടുത്തു വച്ചിരിക്കണേ. ആലോചിച്ചോക്ക്. ചെറി ബ്ലോസം ഇതിൽ ആ റൂയിൻഡ് ബോട്ടൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല, കറക്റ്റ് അറിയില്ല. പക്ഷേ ഞാൻ അതിൽ കിടന്നോളാം. എൻ്റെ സാധനങ്ങൾ വീട്ടിട്ട് ഇതെടുത്തിട്ട് ഉറങ്ങട്ടെ. വെള്ളി ഞാൻ ഉറങ്ങി. ആദ്യത്തെ ഉറക്കം. ഇവിടുന്നൊരു ജസ്റ്റ് അടുത്തുണ്ട്. അടക്കോളെ സുഖല്ലേ? അതിൻ്റെ ഒരു വെള്ളത്തടിയൊന്നുമില്ല, അതിന് ഒരു അയൺ ഗോളം എന്നാണ്. ഞാൻ വിചാരിച്ച വെള്ളത്തടിയൊന്നും ഒന്നും ചെയ്യല്ലേട്ടാ. നമ്മൾ തമ്മിൽ അറിയാമല്ലോ, നമ്മൾ തമ്മിൽ അത് പിന്നെ എല്ലാവർക്കും അറിയാം. നമ്മൾ തമ്മിൽ നല്ല ശത്രുവാണല്ലോ, എല്ലാവർക്കും അറിയാം. എടാ, ഈ അയൺ ഗോളത്തിനെ കൊല്ലാതെ എങ്ങനെയാടാ ഞാൻ അയൺ ഫാം ഉണ്ടാക്കിയ? അയണില്ല, അയണ് കിട്ടണ്ടേ? രണ്ടായിരം പോലെ കിട്ടിയ ഒരായും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരായും പോലില്ല. മൊത്തം ഇതാ ആർമറ്, ഈ കത്തി, സൂന ആപ്ലിക്കേഷന് ഒക്കെ
ഡബിൾ ചെസ്റ്റ് സെറ്റാക്കി, ഞാൻ റീസ്പോൺസ് സെറ്റാക്കി, ഞാൻ ചത്തിട്ട് വരാം. എങ്ങനെ ചാവും ഇപ്പോൾ? ഇവിടെ റൂണ്ട് കോട്ട ഉണ്ടാകുന്നുണ്ട്, എനിക്കത് നോക്കണമെന്നുണ്ട്. ഇതിൻ്റെ കൂട്ട് ഞാനിട്ടാണ് നൂറുകൂട്ട. റൂയിൻഡ് ഹോട്ടലുണ്ട് എന്ന് പറഞ്ഞാടാ ഒരു ഇവിടെ റൂയിൻഡ് ഹോട്ടലുണ്ട്. ആ ഞാൻ പറഞ്ഞില്ലേ ഈ സാധനത്തിനാണ് റൂയിൻഡ് ഹോട്ടൽ എന്നാര് പറയുന്നത്. ഞാൻ വിചാരിച്ചു ഈ റൂയിൻഡ് ഹോട്ടൽ എന്താണ് ഈ ഒബ്സീഡിയൻ, ഇതിൻ്റെ ശരിക്കത്തെ ഒരു ഒബ്സീഡിയൻ എന്നാ ഇവിടെ ഫ്ലിൻജാൻസിയിൽ ഇതിലൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അത് കൊണ്ടുവച്ചിട്ട് വരാം. അറിയോ എത്ര ലക്കടാ എന്തത്. വേറെ എത്തില്ലെന്നറിയാം, ചാവുള്ളൂ ഇവിടുന്ന് കാണാം. ഒരു ഹാർട്ട് പിന്നെ അൺലിമിറ്റഡ് ഹെൽത്ത് ആവുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഈ ഓപ്സൈഡ് എന്നാലും കിട്ടി. എങ്ങനെ ഇപ്പം ചാവുക? നിർത്തോളാം അമ്മച്ചേ. ശരിക്കൊരു കാര്യം മറക്കാൻ പറ്റില്ല, എൻ്റെ എക്സ്പി ഞാൻ മറക്കില്ല. എക്സ്പി ആണ് വേറെ ഇഷ്ടമായ എക്സ്പി കൊണ്ടേടാ. മൈൻക്രാഫ്റ്റ് എക്സ്പി കൊണ്ട് എല്ലാം കൊണ്ട് ഇനി എന്താ കൊണ്ടുപോകാൻ ബാക്കിയുള്ളത്. ഞാൻ അപ്പോൾ അങ്ങനെ വന്നത് ഒക്കെ ഇവിടുന്ന് തന്നെ കിട്ടിയടാ. ഒക്കെ ഇതല്ല എൻ്റെ വീട്. അല്ല എൻ്റെ വീട് ഇത്. എന്നിട്ട് എൻ്റെ വീട്ടിൽ സ്വർണ്ണം ഉണ്ട്. എൻ്റെ വീട്ടിൽ സ്വർണ്ണം ഒളിഞ്ഞ് നോക്കുന്നോടാ. അതിൽ സ്വർണത്തിൻ്റെ 2-3 സാധനങ്ങളുണ്ട്. 3, 4, 5 സാധനങ്ങൾ. ഇപ്പം 5-ന്ന് മാറും ആ സാധനങ്ങളൊക്കെ.
പുതിയൊരു ചെസ്റ്റും കൂടി കിട്ടി. ഞാനത് ഇവിടെ പുതിയ ചെസ്റ്റും കൂടി കിട്ടി. എത്ര സാധനങ്ങളാടാ ഇത് വെച്ചിട്ട്. ഞാനേ റൂയിൻഡ് പോട്ടലിന് ഇത്ര സാധനം, ബോണസ് ചെസ്റ്റിന് ഇത്ര സാധനം, ഈ ബ്ലാക്ക് സ്മിത്തിന് ഇത്ര സാധനം. എന്തിത്? ഇനി എനിക്ക് അയൺ പിക്കാക്സ് കൊണ്ടിട്ട് സാധനം ചെയ്യണ്ട്. ആ ഗോൾഡും കൂടി ഉണ്ട് മൈൻഡ് ചെയ്യട്ടെ. റൂയിൻഡ് പോട്ടലിനൊക്കെ ഓപ്സിഡിയനെ. ഈ ഓപ്സിഡിയൻ ഞാൻ നേരത്തെ ലക്കി സ്റ്റോറിന് ഉണ്ടാക്കിയത്. എങ്ങനെ ഉണ്ടാക്കാന്ന് മനസ്സിലായില്ല. ഒരു നെതർ പോട്ടൽ അത്ര എന്തൊക്കെ ഒരു പോട്ടലുണ്ട് എനിക്ക് അറിയില്ല. വരുമ്പോൾ നമ്മൾ പഠിക്കും. ഞാൻ വന്നത് എന്തിനാ അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഈ നെതറൊക്കെ ഒന്ന് കളത്തിയാൽ പച്ചിന് കിട്ടും. എൻ്റെ ഓൾഡ് നെതറൊക്കെ കിട്ടിയിട്ടില്ലല്ലോ. അല്ല ഇത് നേരത്തെ താടാ എൻ്റെ സ്വർണ്ണ എന്നെപ്പ കുത്തിക്കൊന്നിരുന്നു. യെസ് ഇതെടുക്കാൻ പറഞ്ഞേ നന്നായി നോക്കി. എനിക്ക് പേടിയോടാ ഒരു ഹാർട്ട് തന്നെ പോകുമ്പോ. വില്ലേജോ? വില്ലേജിനോട്ട് പോയാ ഇവിടുന്നൊക്കെ ഒരു ചാട്ടൻ ചാടി എന്തുണ്ടാവുമല്ലേ. സ്വർഗം കാണാം. അയൺകുളത്തിനെ കൊല്ലണം എന്നുണ്ട്. അയൺ ഫാം ഉണ്ടാക്കണമെങ്കിൽ അവനെ കൊല്ലണം. പക്ഷെ വേറെ വഴിയില്ല. അവനാണ് ഇവിടെ പ്രൊട്ടക്ടറുമായി പോയി. ഞാനും ഇരിക്കുന്ന ഈ വില്ലേജ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. മറ്റേ ഗീപ്പറിനേക്ക് പേടിയാ. ഞാൻ ആ പോർട്ടലോട്ട് സെറ്റ് ചെയ്തിട്ട് നോക്കട്ടെ. അയൺകോള സോറി. Angola. You my best friend in ever. Wow. Happy. ഞാൻ നമുക്ക് സുഖമായിട്ട് പോവാം. ഞങ്ങളെ പറ്റിയ സാധനം പൊട്ടി. സുഖമായി. ഇനി അടിയ എന്നിട്ടടിക്ക. ചാടിയിട്ട് അടിക്കുന്നില്ല. എൻ്റെ പിക്കാക്സ് കിട്ടുന്നുണ്ട്. ഡോറിനല്ല അടിക്കുന്നത്. ഞാനടിക്കുമ്പോൾ ഡോറ് ഇത് വേണ്ട. സ്റ്റിക്ക് കൊണ്ട് അടിക്കാം. സ്റ്റിക്കിൻ്റെ കൂടുതൽ ഇവനാരും ഡോർ ക്ലോസ് ചെയ്യാൻ. എൻ്റെ വീട് എനിക്ക് കയറിയിട്ട് ഇവൻ ഡോർ ക്ലോസ് ചെയ്യും. ഇവൻ തുറക്കേ. ചാടി ആരിത് തിരിച്ചടി കിട്ടോ. എന്നിട്ട് ഞാൻ ഉറങ്ങണം. ഉറങ്ങണം. ഫാം ഉണ്ടാക്കണ്ടോ? പിന്നെ എപ്പോഴും നോക്കാം. ഇപ്പം ഞാനേ എൻ്റെ ഈ 5 അയണുള്ളൂ.
വെച്ചിട്ട് ഞാൻ ബക്കറ്റ് ഉണ്ടാക്കാം. ഒരു ബക്കറ്റ് ഉണ്ടാക്കിയേ. എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയേക്കാം. ബക്കറ്റ് എക്സ്പെൻസീവാ. എടാ വണ്ടിയിൽ എന്ത് സാധനം വണ്ടിയിൽ കുണ്ടുണ്ട്. അത് അങ്ങനത്തെ ഒന്നുമില്ല, ശൂലാണോ? ആ ശൂലാട്ടാൻ ഉള്ളു. ഒറ്റ കുത്തിന് പടാവും ഇപ്പോൾ. ശൂല അറിയാലോ, എന്താ കുത്തി കയറ്റുമ്പോ ആലോചിക്കുമ്പന്നെ കുത്തുമ്പോ നമ്മളൊക്കെ ഭാഗ്യം ഒരു വീട്ടിലുള്ളു. അയച്ചിട്ടേ കൈ കറക്കിയ അന്റെ ഫോൺ കണ്ടിട്ട് നടക്കുമ്പോ ഇങ്ങനെ നടക്കുന്നു. പേടിയോണ്ട് കൈ വിറക്കുക. എത്തി 1 2 3 4 5 6 7 8 9 10 11 12. എന്ന് പറയാൻ ഞാൻ എൻ്റെ പിക്കാക്സ് കൊണ്ടുവരട്ടെ. ചാർജ് 4% ഉള്ളൂ. ബക്കറ്റ് ഉണ്ടാക്കിയത് ഇതെവിടെ ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കിയിട്ട് മതി. വേൾഡ് ഈ അപ്പൊരു കേവ് ഉണ്ടാവും. കേൾക്കാൻ പേടിയാ, എല്ലാം മിസ്സാവും. എന്നിട്ട് ഒന്നുമില്ല, പാപ്പറാക്കിയിട്ട് നടക്കേണ്ടി വരും. എനിക്ക് കേവ് പറഞ്ഞ ഇഷ്ടമല്ല. ഈ കേവ് പറഞ്ഞൊരു വൃത്തിയോട്ട സാധനമാണ്. അവിടെ മറ്റു ടീംസ് ഉണ്ടാവും. ഒരുത്തനാണ് ഈ അമ്പ് വിട്ട് വീർപ്പിക്കുക, ഒരുത്തനാണ് ഈ ക്ലാഷ്. പിന്നെ ഞാൻ ഒരു സാധനം കളിച്ചു, ഒരു മാൻഷൻ. ആ മാൻഷൻ്റെ ഒരുത്തൻ അവൻ്റെ പേര് വിൻഡിക്കേറ്റർ എന്തോന്നാ. അവനെ കൊന്നറ ചുറ്റിക്കൊണ്ട് ഞാൻ കണ്ട് ഈ വിൻഡിക്കേറ്റർ എഴുതിയത് സൈഡിൽ സോബി സ്ലെയിൻ ബൈ വിൻഡിക്കേറ്ററിന്. ഞാൻ എന്താ വിൻഡിക്കേറ്റർ എന്നറിയില്ലേക്ക്. ഞാൻ വിചാരിച്ച എന്തേലും വെറുതെ ഒരു സാധനം ഇരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു. ആ മാൻഷൻ കണ്ടപ്പോൾ ഞാൻ മാൻഷൻ സ്വന്തം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ചെസ്റ്റിൽ സാധനങ്ങൾ നിറഞ്ഞു എടുക്കുന്നു, ഡയമണ്ട് ഹോ ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നോക്കുമ്പോൾ ആ വിൻഡിക്കേറ്റർ വന്നിട്ടേ എന്ത് ഞങ്ങളുടെ മാൻഷൻ അടിച്ചു മാറ്റുന്നോ പിന്നെ കൊണ്ട് പോകുന്നു. അവൻ്റെ മാൻഷൻ വേറെ ഇരിച്ചിട്ടുണ്ടോ? ചാർജ് 3 ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ ലൈക്ക് അടിക്കുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ ബൈ ഗായ്സ്.